ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ ഒരു മാന്ത്രിക പരിശീലനം ഒരുപാട് പേർക്ക് അമ്പരിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്രതീക്ഷിതമായിട്ട് കയ്യിൽ ഒരു ചെക്ക് വരികയാണ്. ആ ചെക്ക് കിട്ടിയാൽ നിങ്ങൾ എത്ര രൂപ എഴുതിയെടുക്കും? അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യും? എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അതാണ്. നമ്മുടെ കയ്യിൽ ഒരു ചെക്ക് ഉണ്ട്. ആ ചെക്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മണി നമ്മൾ എഴുതിയെടുക്കുന്നു. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്താലോ? ആ ഒരു സീക്രട്ട് എങ്ങനെയാ, എന്താ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിയാലോ? യെസ്, മാന്ത്രിക ചെക്ക്. ഓൾറെഡി നമ്മളൊരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണത്തെ അട്രാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ കൈക്കുള്ളിലേക്ക് വരുത്തുക എന്നുള്ളത്. എന്തൊക്കെ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളാണ് പണത്തെ നമ്മളിലേക്ക് അടുപ്പിക്കാത്തത് എന്നും പണം വരാൻ എന്താ ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് അല്ലേ? പണത്തെ ഒരു രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ ചെക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളുടെ കൈകളിലേക്ക് പണം വരിക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. പണത്തെക്കുറിച്ചുള്ള വിഷമകരമായിട്ടുള്ള അവസ്ഥകള്, ഭയം, പണം നമ്മളിലേക്ക് എത്തുന്നില്ല എന്ന് ആലോചിച്ചുള്ള നിരാശ, പേടി, പണമില്ല എന്നും ആലോചിച്ചുള്ള പേടി, ബില്ലുകൾ അടയ്ക്കാനുള്ള മടി, ബില്ലുകൾ വരുമ്പോഴുള്ള നിരാശ പ്രകടനം, ഇതെല്ലാം പണത്തെ നമ്മളിലേക്ക് എത്തുന്നത് തടയും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. എത്ര പണമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും നമ്മളിപ്പോ നമ്മുടെ നിലവിലത്തെ സാഹചര്യം നമ്മൾ കണക്കിലെടുക്കണ്ട. നമ്മൾ പണമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കടം കയറി അങ്ങേ അറ്റമാണ്. സോ നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ ഈ ഒരു ചെറിയൊരു സ്റ്റെപ്പ് നമുക്ക് എടുത്തു വെക്കാം. നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്, കടമുണ്ട്, നമുക്ക് അടച്ചു തീർക്കേണ്ട ലോണുകളുണ്ട്, ഓരോ ചിട്ടിയുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഓരോ മാസം ബില്ല് വരുന്നുണ്ട്, പണിയില്ല, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ നിലവിലത്തെ സാഹചര്യം നമ്മൾ കണക്കിലേ എടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മുടെ സാഹചര്യം മോശമാണ്, നമ്മൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. മാറ്റം ഉണ്ടാവോ? ആരെങ്കിലും ഈ വിഷമം കണ്ട് എന്തെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം ഒരാൾ സഹായിച്ചെന്നിരിക്കും. അവരെപ്പോഴും നമ്മളെ പിന്തുണച്ച് നമ്മുടെ ബേക്കിൽ നടന്ന് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റി തരുമോ എന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ സാഹചര്യം മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് നമുക്ക് എടുക്കേണ്ട എഫേർട്ടും നമ്മൾ തന്നെയാണ്. ഓൾറെഡി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മണിനെ എങ്ങനെയാണ് മാനിഫെസ്റ്റ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സോ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഓരോ പ്രാവശ്യവും പണം നമ്മളിലേക്ക് എത്തുമ്പം നമ്മൾ അതിനൊന്നും കൃതജ്ഞതയല്ലെങ്കിൽ ആ പണത്തിന്റെ ഒഴുക്കുണ്ടല്ലോ അവിടെ നിലയ്ക്കും. എത്രത്തോളം പണം വരുന്നുണ്ടോ അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. ചില മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പണം ഉള്ളവരായിരിക്കും, ഇത്രയും സിമ്പിൾ ആയിട്ട് ജീവിക്കാനും ഇരിക്കാനും പെരുമാറാനും കഴിയുന്നു എന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നില് ഇതൊക്കെ തന്നെ ആയിരിക്കും. അവർക്ക് എത്ര കിട്ടിയാലും ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ മൈൻഡ് ഉള്ളവർക്ക് എല്ലാവരോടും അനുകമ്പയും ഒരു മാനുഷിക പരിഗണനയും എല്ലാം ഉണ്ടാവും. ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് നമ്മുടെ ലോകത്ത്. അവരെല്ലാവരും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആവോളം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ. പക്ഷെ അവർക്ക് ഇത് അറിയില്ല, ഇതൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ആണോന്ന്. അവരെല്ലാം അത് ശീലിച്ചിട്ടുള്ളതാണ്, ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് പണം വരുമ്പോഴേക്കും ഇനിയിപ്പൊ പണത്തോടുള്ള മനോഭാവം മാറ്റാൻ പാടില്ല. ചില ആളുകളില്ലേ, പണം ഒരുപാട് വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര ഭയമായിരിക്കും. അയ്യോ, ഇതാരെങ്കിലും എടുത്തോണ്ട് പോവോ, കള്ളം വരുവോ, അങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യോ. നമ്മൾ കൂടുതൽ ആ പണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും. സോ കള്ളം വന്ന് മോഷ്ടിച്ചിട്ട് പോകും. അങ്ങനെയുള്ള ഭയമൊന്നും പാടില്ല. എത്ര പണം ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും പണത്തെക്കുറിച്ചുള്ള ആ ഒരു മനോഭാവം നമ്മൾ ആദ്യം മാറ്റണം. ഇപ്പൊ ഇതിൽ നിങ്ങളൊരു എമൗണ്ട് എഴുതി, അല്ലെങ്കിൽ നമ്മൾ പണത്തെക്കുറിച്ചുള്ള ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്തു തുടങ്ങുമ്പം പണമായിട്ട് തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തണം എന്നില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗോൾഡ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പോയി, നല്ല ഡിസ്കൗണ്ടിൽ കിട്ടി. അപ്പം നമ്മുടെ കയ്യിൽ എന്തായി, അത്രയും പണം നമ്മുടെ കയ്യിൽ സേഫായി. ഓൾറെഡി നമ്മൾ വാങ്ങിക്കാൻ പോവാണ്, ഒരുപാട് പണം എടുത്തിട്ട്. പക്ഷെ നമുക്ക് അപ്രതീക്ഷിതമായി കിട്ടിയിട്ടുള്ള ആ ഒരു ഡിസ്കൗണ്ട് കൊണ്ട് നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടായില്ലേ? അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ അർജന്റ് ഒരു ഊബറോ ടാക്സിയോ ഒക്കെ വിളിച്ച് ദൂരേക്ക് പോവാണ്, പെട്ടെന്ന് അവർ ഓക്കെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് നിന്ന് പൈസ വാങ്ങിക്കുന്നില്ല. ഇനിയിപ്പോ നമുക്കൊരു ലോട്ടറി എടുത്തു, പെട്ടെന്ന് അടിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഇങ്ങനെ സഹായമായിട്ട് പൈസ തരികയാണ്, ഓ കുഴപ്പമില്ല ഇത് വെച്ചോ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കഴിക്കാനോ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലൊക്കെ ആയിട്ട് കഴിക്കാൻ കയറി എന്ന് വിചാരിക്കുക. ബിൽ പേ ചെയ്യാൻ ഓർത്തിട്ട് വന്നതായിരിക്കും. പക്ഷെ അവർ പറയണം, വേണ്ട വേണ്ട നീ അടയ്ക്കണ്ട, ഇന്ന് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അവരടയ്ക്കുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഓൾറെഡി ഒരു 25,000 ആണ് ആ ഒരു പുള്ളിക്കാരൻ എനിക്ക് തരാനുള്ളത്, അല്ലെങ്കിൽ അതാണ് നമുക്ക് കിട്ടാനുള്ള എമൗണ്ട്, ഒരു 25,000 ആണ്. പക്ഷെ 25,000 ഒരു ദിവസം ഇട്ടു, പിന്നെ ഞാൻ ഈ ഒരു പ്രാക്ടീസ് ചെയ്തതിന് പിറ്റേ ദിവസമായിട്ട് എനിക്ക് വീണ്ടും ഒരു 25,000 ആ സെയിം അക്കൗണ്ടിൽ നിന്ന് വന്നു. ഞാൻ വേഗം പിന്നെ നമ്മളങ്ങനെ ആലോചിച്ച് കിട്ടാനുള്ള എമൗണ്ട് അല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും വന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അവർക്കത് അക്കൗണ്ട് മാറിയിട്ടിട്ടതാണ്. കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചയച്ചാൽ മതി, അതൊന്ന് കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു.
ഈ 2 ദിവസം ആ എമൗണ്ട് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ ഇതല്ലെങ്കിലും ഞാൻ ഇതിനെ കണ്ടത് ഒരു സിഗ്നൽ ആയിട്ടാണ്. യൂണിവേഴ്സിന്റെ ഒരു സിഗ്നല്. നമ്മുടെ ചെറുതായിട്ടെങ്കിലും വർക്കായി തുടങ്ങി. ഇത് അറിഞ്ഞോ അറിയാതെയോ പോയ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നില്ലേ? പക്ഷെ 2 ദിവസം നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. മൂന്നാമത്തെ ദിവസം പുള്ളിക്കാരന് അത് തിരിച്ചു കൊടുത്താൽ മതി. പക്ഷെ കൊടുക്കണം. പക്ഷെ എന്നാലും അത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. അത് യൂണിവേഴ്സിന്റെ വലിയൊരു സിഗ്നൽ ആയിട്ടാണ് ഞാൻ കണ്ടത്. ഇത് ചെയ്തതിന്റെ പിറ്റേ ദിവസം, അതാണ് എടുത്ത് പറയാൻ കാര്യം. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു പുതിയ ഫോണൊക്കെ വാങ്ങിക്കാൻ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയണ, എടാ നീ ഫോൺ വാങ്ങിക്കണ്ട, എൻ്റെ ഒരു പുതിയ ഫോൺ ഇരിക്കുന്നുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, നീ വേണമെങ്കിൽ ഇത് എടുത്തോ. കണ്ടോ, പലതരത്തില് ഈ ഒരു കാര്യം നമുക്ക് വർക്കാവും. ഇപ്പം മണി ആയിട്ട് തന്നെ കിട്ടണം എന്നില്ല. ഇങ്ങനെയുള്ള രീതികളിലൊക്കെ ഈ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് വഴി നമുക്ക് റിസൾട്ട് കിട്ടും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ, ഓരോ തരത്തിൽ ഓരോ രീതിയിൽ വ്യത്യസ്ത തരത്തിൽ. ഇനിയിപ്പം നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇപ്പം ചെക്കിൽ ഒരു എമൗണ്ട് എഴുതി ആ എമൗണ്ട് കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഇരിക്കരുത്. പലതരത്തിൽ ഇത് വർക്കാവും. ഓരോ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ പലരും പറയും, ഓ ഭാഗ്യം, അയാൾക്ക് ഭാഗ്യമുണ്ട്. പക്ഷെ ഇത് ഭാഗ്യമല്ല, ഇത് പ്രപഞ്ച നിയമമാണ്. ശരിക്കും നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ചിലവേറിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക, പൈസയൊക്കെ ചിലവാകുന്ന വഴി അറിയുന്നില്ല ഈ ഒരു സാധനം. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെലവാക്കുന്നതും എല്ലാം കൃതജ്ഞതയുടെ ഭാഗമാണ്. ആ ചെലവാക്കാൻ നമ്മുടെ കയ്യിൽ ആ പൈസ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ചെലവാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അയ്യോ ഇത്രയും പൈസയായോ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലും ആ ഒരു ആറ്റിറ്റ്യൂഡില്ലേ, അതെനിക്കും ഇപ്പോഴും ഉണ്ട്. ഞാനത് മാറ്റണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചില കാര്യങ്ങളിൽ എന്നാലും നമുക്കിങ്ങനെ വന്നു പോവും, അയ്യോ ഇത്ര എമൗണ്ടോ അങ്ങനെ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് സ്റ്റക്കായിട്ട് ഓക്കെ ഇറ്റ്സ് ഓക്കെ, താങ്ക് യു, ആ ചിലവാക്കാൻ പൈസ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ചിലവാക്കിയത്. സോ അതിനും താങ്ക് യു പറയാം നമുക്ക്. കാരണം നമുക്കറിയാം എല്ലാ മാജിക്കും നമുക്കിപ്പോൾ അറിയാം. 17ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ. സോ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാജിക് ഒക്കെ അറിയാം. സോ അത് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ചിലപ്പം മൈൻഡ് അല്ലേ, നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് പോവും, ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സ്ത്രീ അവരുടെ ജോലിയുടെ ആവശ്യത്തിനായി യു എസിൽ പോകാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുള്ള ഒരു വ്യക്തിയാണ്. സോ അവിടെ പോയി ഒന്നുമില്ല അവിടെ, എന്നാലും അവിടെ എത്തിയതിന് കൃതജ്ഞത പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റിൽ 4 പ്ലേറ്റും ഒരു കത്തിയും അങ്ങനെ അത്യാവശ്യം വേണ്ട ചെറിയ ചുരുക്കം ചില സാധനങ്ങൾ മാത്രമായിട്ട് ജീവിച്ചു. അതിനും നന്ദി പറഞ്ഞു. വർക്ക് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല, പതിയെ അത് കിട്ടി, അതിനും നന്ദി പറഞ്ഞു. നടന്നുകൊണ്ടാണ് പോരുന്നത്, പക്ഷെ അതിനും പരാതികളില്ലാതെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് കാറും ഒരു ഡ്രൈവറെയും സമ്മാനമായിട്ട് നൽകി. ഇതായതുകൊണ്ട് അതിനും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു ബ്ലാങ്ക് ചെക്ക് ലഭിക്കും. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു തുക എഴുതിയെടുക്കാം. ആ തുക ഇപ്പൊ നമ്മൾ ബ്ലാങ്ക് ചെക്കല്ല, എന്തായാലും ഒരു വലിയ എമൗണ്ട് എഴുതാം എന്നുള്ളതല്ല. നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു എമൗണ്ട് എത്രയാണ് അത് എഴുതുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയണം എനിക്കിത് വർക്കായോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു കുഞ്ഞ് എമൗണ്ട് നിങ്ങൾക്ക് അതെങ്ങനെയാന്നുള്ളത് ഒരു എമൗണ്ട് എഴുതാം. വലിയ തുക പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കും വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ആ കാര്യങ്ങൾ എഴുതരുത്. ഒരു എമൗണ്ടോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എഴുതാം. വലുതോ ചെറുതോ എന്നുള്ളതല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. ഈ ഒരു എമൗണ്ട് നമ്മൾ എന്തിനാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളതെല്ലാത്തിനെ കുറിച്ചും കറക്റ്റ് ധാരണ ഉണ്ടാവണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണവും നിങ്ങളുടെ പേരും ഇന്നത്തെ തീയതിയും ആ ചെക്കിൽ എഴുതുക. ഇപ്പൊ പണത്തെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് മാത്രം നമുക്ക് അധികം കൃതജ്ഞതയൊന്നും ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വെച്ചിട്ട് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ സാധിക്കാൻ പോകുന്നത് അതൊക്കെ ഒന്ന് ചിന്തിക്കുക. അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഒന്ന് എടുത്തു വെക്കുക. കാരണം നമ്മൾ ഓൾറെഡി ചെക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ഇല്ല. കാരണം നമ്മൾ ബാങ്കിൽ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി അല്ലേ, ആ ഒരു പണം കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് പണം ലഭിക്കണമെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് എടുത്തു. എന്തായാലും ഞാൻ ചെക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പണം വരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ഒരു കമ്പ്യൂട്ടർ എനിക്ക് വാങ്ങിക്കണം. കമ്പ്യൂട്ടറിന് ഞാനുള്ള ചെക്ക് കൊടുത്തു. ഇപ്പം ഒരു 50,000 ഞാൻ ചെക്കിൽ എഴുതിയത്. 15,000 ആണ് എനിക്ക് കമ്പ്യൂട്ടറിന് ഞാൻ ചെക്ക് കൊടുത്തു. ഞാൻ എന്തായാലും ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പം എന്ത് ചെയ്തു, ഷോറൂമിലൊക്കെ പോയിട്ട് എല്ലാം കമ്പ്യൂട്ടറൊക്കെ ഒന്ന് അന്വേഷിച്ച് എത്രയാണ് വില എന്നുള്ളതൊക്കെ ഞാൻ നോക്കി വെച്ചു. കാരണം ഓൾറെഡി ഞാൻ കൊടുത്തു, ഇനി പൈസ കിട്ടിയ ഉടനെ എനിക്ക് വാങ്ങിച്ചാൽ മതി. സോ ഞാൻ ആ ഒരു സ്റ്റെപ്പ് എടുത്തു. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ നമുക്കൊന്ന് എടുത്തും കൂടെ വെക്കാം. ഇത് നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്താലും മതി. എന്നാലും കൃതജ്ഞത ഉൾക്കൊള്ളാൻ ഇത് കുറച്ചുകൂടെ നല്ല മാർഗ്ഗമാണ്. നമ്മൾ അതിൻ്റെയൊക്കെ ഓരോ പടി ചെയ്യുന്നത് പോലെ. കാരണം നമ്മൾ ഓൾറെഡി അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ചെക്ക് കൊടുത്തു, നമുക്കത് കിട്ടാൻ വരും. അപ്പം നമ്മൾ
ഇത് നമുക്ക് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ, അതിനു വേണ്ടി. ഇനി നമുക്ക് ഈ ഒരു ബ്ലാങ്ക് ചെക്ക് എവിടെ നിന്ന് കിട്ടുന്ന വെച്ചാൽ, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, www.thesecrettv/magic-check എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലൊരു ബ്ലാങ്ക് ചെക്ക് കിട്ടും. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കോ അതിന്റെ കോപ്പി എടുത്തോ വെക്കാം. അതാദ്യം എടുക്കുക, നമ്മൾ അതിന്റെ ജസ്റ്റ് ഒരു വേർഡിലോ എങ്ങനെയായിട്ട് എടുക്കുക, ഓരോന്നും ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു ജസ്റ്റ് ഒന്ന് പ്രിന്റ് എടുക്കില്ലേ, അതുപോലെ എടുത്തു വെക്കാം. ഇപ്പം ഞാൻ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ ഇവിടെ ആയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ മാജിക് ചെക്ക് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ വരും. എന്നാലും ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. ഇവിടെ ആയിട്ടൊക്കെ ഞാൻ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. നമ്മുടെ മാജിക് ചെക്ക് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇരിക്കും. ഇതിപ്പം ഞാൻ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ചിലപ്പം ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ തലതിരിഞ്ഞു പോകും. ഞാൻ എന്തായാലും ഇതെവിടെ ഈ ഒരു സൈഡിലായിട്ടും കൂടെ കൊടുത്തേക്കാം, അതുപോലെ ഇരിക്കും. അപ്പോൾ അത് എടുക്കുക, നമ്മളത് പ്രിന്റ് എടുക്കുക. കാരണം നമുക്ക് ഇതിൽ എഴുതണമല്ലോ, എഴുതണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോപ്പി എടുത്ത് വെക്കണം. സോ അതൊന്ന് ചെയ്യണേ. അപ്പം നമ്മൾ ഈ ഒരു സീക്രട്ട് ചെക്ക് എഴുതി എടുത്തു. അതിൽ നമ്മൾ നമ്മുടെ പേര് എഴുതി, എമൗണ്ട് എഴുതി, ഡേറ്റ് ഒക്കെ എഴുതി, ഇന്നത്തെ ഡേറ്റ് ഒക്കെ എഴുതി. ഇനി നമ്മൾ അത് എന്താ ചെയ്യണ്ടേ, ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തി. ഇനി നമ്മളത് കാണുന്ന എവിടെയെങ്കിലും ആയിട്ട് വെക്കാം. ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ 2-3-4 തവണയൊക്കെ കാണുമല്ലോ, ആ ഒരു സ്ഥലത്ത് വെക്കുക. അപ്പം നമ്മൾ ഫ്രിഡ്ജിന്റെ അവിടെ ആവാം, നമ്മൾ പഠിക്കുന്നിടത്താവാം, വർക്ക് ചെയ്യുന്നിടത്താവാം, എവിടെയാണോ നമ്മൾ കാണുന്ന ഒരിടത്ത് വെക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ ഒരു 2-3-4 തവണയായിട്ട് അത് നോക്കാൻ ഇടവരണം. അതിന് പറ്റിയ ഒരു സ്ഥലത്ത് വെക്കാം. നമ്മൾ ഇത് നോക്കുമ്പോൾ എന്താ വിചാരിക്കണ്ടേ, ഓക്കെ നമുക്ക് ഓൾറെഡി എമൗണ്ട് കിട്ടി, ഇത് വെച്ചിട്ട് ഞാൻ അത് വാങ്ങിക്കും. അങ്ങനെ ഓരോന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇത് നമ്മൾ ആദ്യത്തെ 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ 3-ാമത്തെ പ്രാവശ്യം നമുക്കത് തനിയെ വിഷ്വലൈസേഷൻ വന്നോളും. ഓക്കെ ഓക്കെ, ഒരു ത്രില്ലൊക്കെ വരില്ല, ഒരു ഹാപ്പിനെസ് കിട്ടില്ല. കറക്റ്റ് നമുക്ക് ആ ആഗ്രഹിച്ചൊരു സാധനം വാങ്ങിക്കാനുള്ള എമൗണ്ടാണ് നമ്മൾ ചെക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് ലഭിക്കാനുള്ള ക്ഷമ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടേയിരിക്കുക. അത് കാണുക. ഇത് ഇന്നത്തെ ദിവസം ടാസ്ക് കഴിഞ്ഞു, ഓക്കെ ഇത് ഇനി ചെയ്യേണ്ട, അങ്ങനെയല്ല. നമുക്ക് എന്നും കാണുന്നിടത്ത് വെക്കാം. ആ ഒരു ഇപ്പം 20,000 ആണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ ആ 20,000 കിട്ടി, ഇതെനിക്ക് കിട്ടിയല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വന്നു, ആരെങ്കിലുമൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ട് എന്തെങ്കിലും വാങ്ങി, ഓക്കെ അത് വർക്കായി. പലതരത്തിൽ ഇത് വർക്കായിട്ടുള്ളത് നിങ്ങൾ തന്നെ അത് ഫീൽ ചെയ്യണം. നമുക്ക് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നമ്മൾ ഈ 20,000 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ എമൗണ്ടും ആ ചെക്കും അവിടെ വെക്കരുത്. അത് മാറ്റിയിട്ട് പുതിയ ബ്ലാങ്ക് ചെക്ക് എടുക്കുക. എന്നിട്ട് പുതിയൊരു എമൗണ്ട്, ആവശ്യമുള്ള എമൗണ്ട്, അടുത്ത എമൗണ്ട് എഴുതുക, ഒട്ടിക്കുക. സെയിം പ്രൊസീജിയർ. ഓക്കെ. ഡേ 17 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, 10 ഗ്രാറ്റിറ്റ്യൂഡും 10 റീസണും എഴുതി. എല്ലാം എഴുതിയതിനു ശേഷം ഓരോ ഗ്രാറ്റിറ്റ്യൂഡും ഓരോ റീസണും നമ്മൾ മനസ്സിലോ ഉച്ചത്തിലോ വായിച്ചിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ മാന്ത്രിക ചെക്കിന്റെ ടാസ്ക്, നമ്മൾ മാന്ത്രിക ചെക്ക് എടുക്കുന്നു. അതിൽ നമ്മുടെ പേരും ഇന്നത്തെ തീയതിയും ആവശ്യമുള്ള എമൗണ്ടും എഴുതുന്നു. അതിനുശേഷം നമ്മൾ ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ വാങ്ങിക്കും, എന്തൊക്കെ ചെയ്യും എന്നുള്ളതെല്ലാം ഒന്ന് സങ്കല്പിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ മാന്ത്രിക ചെക്ക് നമ്മുടെ കയ്യിൽ തന്നെ പിടിക്കുക. 2-3 പ്രാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഇന്നത്തെ ദിവസം നമ്മൾ അത് ചെയ്യാം. ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ എമൗണ്ടും ആ ഒരു എല്ലാം ഒന്ന് ഫീൽ ചെയ്യുക. അത് വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുക. ആ ചെക്ക് പിന്നെ നമ്മൾ എടുത്തു വെക്കുന്നു. വീണ്ടും ഇന്നത്തെ ദിവസം തന്നെ വീണ്ടും ആ ചെക്ക് എടുക്കുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കുന്നു, നമ്മൾ ടച്ച് ചെയ്യുന്ന പോലെ ആ ഒരു കാര്യം ചെയ്യാം. ഒരു 2-3 പ്രാവശ്യം മതി, അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചെക്ക് എടുത്തിട്ട് നമ്മൾ കാണുന്നിടത്ത് എവിടെയെങ്കിലും വെക്കും. മാന്ത്രിക ചെക്കിന്റെ പ്രാക്ടീസ് കഴിഞ്ഞാലും നമ്മൾക്കത് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന തരത്തിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം. അത് കാണുമ്പോൾ നമ്മളത് ആലോചിക്കുക, ഓക്കെ താങ്ക് യു താങ്ക് യു. എന്നിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, ഒന്ന് സങ്കല്പിക്കുകയല്ല, എന്നിട്ടൊന്ന് ഫീൽ ചെയ്യുക, കൃതജ്ഞത ഉൾക്കൊള്ളുക. കാരണം നമ്മൾ ഓൾറെഡി ചെക്ക് കൊടുത്തു, നമുക്ക് പൈസ കിട്ടി, നമ്മളത് വാങ്ങിച്ചു, അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളുക. താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് കിടക്കാൻ നേരത്ത് നമ്മുടെ മാന്ത്രിക കല്ലെടുത്തു, ഇന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ കൃതജ്ഞതയുള്ള കാര്യങ്ങളും ഓർത്തെടുത്തിട്ട് നന്ദി 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 എന്ന് പറയുന്നു. എന്നിട്ട് സുഖമായി കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡേ 17 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവരും മാന്ത്രിക ചെക്ക് ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള പണം ചെക്ക് രൂപേണ നമുക്ക് ലഭിക്കുന്നതായി സങ്കല്പിക്കാം. എല്ലാവരും ആവശ്യമുള്ള പണമൊക്കെ എഴുതിയെടുത്തു ചെക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡേ 18 പ്രാക്ടീസ് ഉടൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.